ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ പിതാവിനോടും സകല വിശുദ്ധരോടും സകല മലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. പ്രിയമുള്ളവരെ, ഏവർക്കും ഈശോയുടെ തിരുപ്പിറവിയുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം മനുഷ്യനായി, ദൈവം എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാനായി തീർന്നു എന്ന് നമുക്ക് ഓർമ്മിക്കാനായിട്ടാവും. അത് ഒരിക്കലും ഒരു പാഷണ്ഡതയല്ല, മറിച്ച് ഞാൻ എന്തൊക്കെയാണോ ആ സാഹചര്യങ്ങളിലേക്ക് ദൈവം ആയിത്തീർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും ദൈവം ഞാനായിത്തീരുകയല്ല, മറിച്ച് ഞാൻ എന്തായിത്തീർന്നുവോ, അല്ലെ ഞാൻ എന്തായിരിക്കുന്നോ ആ അവസ്ഥകളിലേക്കൊക്കെ ഇറങ്ങുവാൻ തക്കവിധം അവൻ മനുഷ്യനായി. മനുഷ്യൻ്റെ എല്ലാ മാനുഷിക ഭാവങ്ങളിലേക്കും പാപമൊഴികെ എല്ലാറ്റിലേക്കും അവന് കടന്നു വരാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രധാന പുരോഹിതൻ പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും സദൃശനാണെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. ക്രിസ്തു ആകുന്ന ആ പ്രധാന പുരോഹിതൻ ഞാൻ എത്രമാത്രം ബലഹീനനാണോ, എൻ്റെ ബലഹീനതകളിലെല്ലാം എന്നോട് ചേർന്നിരിക്കുന്ന ഇമ്മാനുവേലായിട്ട് അവതരിച്ചു. നമുക്ക് പൂർണ്ണമായിട്ട് ആ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറക്കുറിപ്പുകളിൽ നിന്ന് നമ്മൾ വിചിന്തനത്തിനായിട്ട് എടുത്തിരിക്കുക, എൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും ദൈവത്തെ ഞാൻ സാക്ഷിയാക്കും. എൻ്റെ മരണസമയത്ത് എന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഈ കാരണങ്ങളാൽ എല്ലാ പ്രവൃത്തികളിലും ഞാൻ ദൈവത്തെ സ്മരിക്കും. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 226 സന്ദേശം. മരണസമയത്ത് എന്നപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ജാഗ്രതയോടെ ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, മറിച്ച് ദൈവത്തിൻ്റെതാണെന്നുള്ള ബോധ്യത്തോടെ ചെയ്യുമ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓരോ ദൗത്യങ്ങളായിട്ട് മാറുക. എന്താണ് സാധാരണ പ്രവൃത്തിയും ദൗത്യവും തമ്മിലുള്ള വ്യത്യാസം? സാധാരണ പ്രവൃത്തിക്ക് എനിക്ക് നന്മ തരുന്ന എൻ്റേതായിട്ടുള്ള ലോകത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില പ്രസക്തി മാത്രമേ ഉള്ളൂ, ചില പ്രാധാന്യം മാത്രമേ ഉള്ളൂ. എന്നാൽ ദൗത്യം ദൈവദത്തമാണ്. വിശുദ്ധമായിട്ടുള്ള ദൗത്യം ഇപ്പോഴും ദൈവദത്തമാണ്. അപ്പോഴോ ഞാൻ ദൈവത്തോട് ചേർന്ന് ദൈവത്തിനായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്ന ദൗത്യം നിർവഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുക, എല്ലാ കാര്യങ്ങളും മരണസമയത്ത് എന്ന പോലെ ഞാൻ ചെയ്യും. അപ്പം മരണസമയത്തുള്ള ഒരു വ്യക്തിക്ക് സ്വാർത്ഥത ഇല്ല, അതുപോലെ ഒരു വിരക്തിയുണ്ട്. ആ വിരക്തി ഉള്ളപ്പോൾ അവൻ പൂർത്തീകരിക്കുന്ന ദൈവഹിതത്തിൻ്റെ തലമായിരിക്കും. എൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവത്തെ സാക്ഷിയാക്കും. ദൈവം കാണുന്നു എന്ന ബോധ്യത്തിൽ ഞാൻ ചെയ്യുമെന്ന് വിശുദ്ധ ഫൗസ്റ്റീന ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാരണങ്ങളാൽ എല്ലാ പ്രവൃത്തികളിലും ഞാൻ ദൈവത്തെ സ്മരിക്കും. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തെ അനുസ്മരിച്ചുകൊണ്ട്, ദൈവത്തെ സാക്ഷിയാക്കിക്കൊണ്ട്, ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ എൻ്റെ ജീവിതം തിരുഹിതം നിറവേറ്റുന്ന ജീവിതമായിട്ട് മാറും. എന്നിലൂടെ ദൈവഹിതം നിറവേറും. ഈശോയെ, എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഞാൻ നിനക്ക് വിട്ടുതരുന്നു. നീ മനുഷ്യനായിട്ട് അവതരിച്ചത് ഏത് ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണോ, ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ, ആ പദ്ധതിക്കായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നിലൂടെ പൂർത്തീകരിക്കേണ്ട രക്ഷാകര സംഭവങ്ങളെ യഥാസമയത്ത് അങ്ങ് പൂർത്തീകരിക്കണമേ. ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.